പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജൂലൈ മാസം 27-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മഹത്വത്തിൻ്റെ രാജാവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 24-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വലിപ്പത്തെ നമ്മെ വിളിച്ചു കാണിക്കുകയാണ്. മഹത്വത്തിന്റെ രാജാവ് ആർ? യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുകയാണ്. ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക്. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല താനും, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുൾപ്പാട്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ നാളുകളായി ഒരു വിജയം കാണാതെ നിരാശയിലും വിഷമത്തിലും പ്രാർത്ഥനയുടെ മറുപടിയില്ലാതെ പിന്മാറ്റത്തിലേക്ക് പോയവരെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഈ 2025 നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുകയാണ്. കാരണം ഇത് മഹത്വത്തിൻ്റെ വർഷമാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. നീ തോറ്റുപോകുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ദൈവം നിന്റെ കൂടെ നടന്ന് നിനക്ക് വേണ്ടി ജയം കൽപ്പിക്കുവാൻ പോകുന്നു. നിന്റെ ജീവിതത്തിനകത്ത് പുത്തൻ വഴികൾ തുറക്കാൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എൻ്റെ കൂടെയുണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കിയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. ഈ പ്രഭാതത്തിൽ നാം വായിച്ചു കേട്ട വചനത്തിനകത്ത് ഒരു പദത്തെ ഒന്ന് റിലീസ് ചെയ്യാൻ പോവുകയാണ്. യഹോവ ഒരു മഹാവീരനെ പോലെ നിങ്ങളുടെ കൂടെ എൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എതിരുകളെ ജയിക്കുന്ന വലിയവനായ ദൈവം, അവൻ നമ്മോട് കൂടെ നടക്കുന്ന വർഷമാണ് 2025. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, നാം ജയിക്കാൻ പോകുന്ന വർഷം, നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ കാണാൻ പോകുന്ന വർഷം. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയേ. നിങ്ങൾ സ്തുതിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ മൊർദെഖായിയുടെ ദൈവം നിങ്ങളെ ജയിപ്പിക്കും. എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ ശേരശിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ ശേരസും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നാണ്. സ്തുതിക്കുന്നതിന് മുമ്പിൽ ലോകശക്തികൾക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ 2025 സ്തുതിക്കുന്നവന്റെ മധ്യത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ഇസ്രായേലിന്റെ സ്തുതികൾക്ക് മീതെ വസിക്കുന്ന മഹത്വത്തിന്റെ രാജാവ് ഇതാ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ മേളിലേക്ക് വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഈ പ്രഭാതത്തിൽ സ്വീകരിച്ചാട്ടെ. സ്തുതിക്കുന്നവൻ ജയിക്കുക തന്നെ ചെയ്യും. ജയം എൻ്റേതാണെന്ന് ഉറപ്പിച്ചാട്ടെ. ഈ പകൽ ജയം നമുക്ക് തരുവാൻ പോവുകയാണ്. നീണ്ട നാളുകൾ കരഞ്ഞതിന്, നീണ്ട നാളുകൾ നിരാശപ്പെട്ട് ഭാരപ്പെട്ടതിൻ്റെ നടുവിൽ ഒരു ജയം നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ പോകും.
നമുക്ക് ഒരുമിക്കാം പ്രിയരെ, കർത്താവിൻ്റെ മഹത്വം കാണുവാനായിട്ട്. ഹല്ലേലൂയ. ഇതാ മൊർദെഖായിയുടെ ദൈവം 8-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തോടെ, രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ വീടിന് മേൽവിചാരകനാക്കി വെച്ചു. എന്നെ കേൾക്കുന്നവരെ, ഈ വർഷം വിശ്വസിച്ച് തകരുമെന്നും തീരുമെന്നും പറഞ്ഞെടുത്ത് നീ ഉയരാൻ പോവുകയാണ്. ദൈവം നിനക്ക് നന്മകൾ തരാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് 2 വാക്യം കൂടെ വായിച്ചിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു, ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിൽ അവരെ ജയിച്ചിരിക്കുന്നതാണ് വചനം വ്യക്തമായി വിളിച്ചു പറയുന്നത്. വിരോധങ്ങളെ ജയിക്കുവാൻ, ഈ വർഷം വലിയ നന്മകളെ കാണുവാൻ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. കാരണം എന്നിലും നിങ്ങളുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാകും. ഒരു വാക്യം കൂടെ, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 57-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയമുണ്ട്. വിശ്വസിച്ചാട്ടെ, ഇത് മഹത്വം കാണുന്ന വർഷമാണ്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന വർഷം. വിശ്വസിച്ച് ഈ വർഷം ജയം അനുഭവിക്കും. എങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇവർ അത്ഭുതങ്ങളെ കാണട്ടെ, ദൈവപ്രവർത്തികൾ കാണട്ടെ. കർത്താവേ, ഇവർ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളുടെ നടുവിലും ഒരു ജയം, ഒരു വിരുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. വേഗത്തിൽ തന്നെ ഈ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിക്കാൻ കഴിയുന്നതാണ്. അതേപോലെ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് സൂം ഐഡിയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.